ഹലോ ഗായ്സ്, MCFFിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗോളായിട്ട് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല, എന്തെങ്കിലും ഗോൾ ഉണ്ടാക്കണം. നമ്മൾ എവിടെ പോലെ സ്കാൾട്ടന്മാർ പിന്നെ നമ്മൾ സ്കിൽ മാറ്റർ. അയ്യോ എൻ്റെ പി ഈ വെടുവന്മാരെയും കൊണ്ട് തോറ്റി. എന്തല്ലേ എവിടെ പോലും ഉണ്ടാവും. എൻ്റെ പീപ്പി എനിക്ക് തിരിച്ചിട്ടില്ലേ പെടുവേ. പീപ്പിൻ്റെതോ ഗായ്സ്, നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ജസ്റ്റ് മിസ്സിനോടെ പീപ്പി താഴെ പോകേണ്ടത്. എൻ്റെ പീപ്പി മാത്രം പീപ്പി മുഖ്യം ഏതാല്ലേ ആ വില്ലേജേഴ്സിനെ തീർത്ത് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ എടുത്താണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് മണ്ടയ്ക്ക് VP എഴുതണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ സൂമാക്കണം. ഇനി സൂമാക്കാൻ പറ്റുന്നല്ല. ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ നോക്കാം. പിന്നെ ഇപ്പം എനിക്ക് ഒരു ഐഡിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ നമ്മുടെ ഗോൾ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വുഡ് ഉണ്ടോ നോക്കട്ടെ. നമുക്ക് അങ്ങോട്ട് പോകണം. ഇതെന്താ ഗൈസ്, ഇതൊക്കെ വെറൈറ്റി പശു. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബയോമുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു ഇതിലിരിക്കുകയാണ് നമ്മൾ. എന്തായാലും നമ്മുടെ എപ്പിസോഡിൻ്റെ ഗോൾ എന്ന് വെച്ചാൽ ഒന്ന്, നമ്മുടെ ഈ അടിയിലായിട്ട് ഞാനൊരു ആദ്യത്തെ ഈ വേൾഡിൽ ഞാൻ ഈ വില്ലേജ് കണ്ടുപിടിക്കുന്ന എപ്പിസോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടിയിലായിട്ട് വീടിൻ്റെ ഈ വില്ലേജിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു കേവ്. ആ കേവിലാണെങ്കിൽ നമ്മൾ അടിയിലേക്ക് ചാടി നോക്കിയപ്പോൾ അയണും അത്യാവശ്യം ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ആ കേവിൻ്റെ അടിയിൽ തന്നെ ഡീപ്പ് ഡാർക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ വാർഡൻ്റെ സ്ഥലം. നമ്മുടെ വ്യൂവേഴ്സിന് അറിയാം, നമ്മൾ മുമ്പേ ഒരു വാർഡൻ്റെ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ കുറേ അപ്പുറം. അതുപോലെ ഇവിടെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. വില്ലേജിൻ്റെ അടിയിൽ ഇപ്പോൾ പുതിയതായിട്ട് മൈൻക്രാഫ്റ്റ് ഒരു വില്ലേജിൻ്റെ അടിയിലില്ല, കുറേ സ്ഥലത്ത് അടിയിലായിട്ട് പുതിയൊരു വേൾഡ് പുതിയതായിട്ട് 2026 പുതിയതായിട്ടൊരു വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്ത് സ്പോണ് ആക്കിയിട്ടുണ്ട്. ആ വേൾഡ് കിട്ടുമെന്നും കൂടി നമ്മളിന്ന് അടിയിലേക്ക് മൈൻ ചെയ്ത് ആ വേൾഡ് കിട്ടുമെന്നും കൂടി ഒന്ന് നോക്കാമാണ്. ചിലപ്പോൾ വേൾഡ് കിട്ടുവാണെങ്കിൽ നമ്മൾ ആ വലിയ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോകില്ല. ഇല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന നിർത്തിയിട്ട് നമ്മൾ ഇവിടെ കേവ് എക്സ്പ്ലോർ ചെയ്യുന്ന നിർത്തിയിട്ട് അവിടെ ഒരു വേറൊരു പശുവിനെ കണ്ടില്ലേ, ആ പശുവിൻ്റെ ഒരു ക്രീപ്പർ മാമൻ എന്നെ കണ്ടു. അതുകൊണ്ട് ഞാൻ കുറച്ച് സൈലൻ്റായ. ഇത്ര ഇവിടെ എത്തിയോ? ഇങ്ങോട്ട് പോടാ, എൻ്റെ വീട്. ഇവന്മാർ സമ്മതിക്കില്ല മനുഷ്യനെ ജീവിക്കാൻ. എവിടുന്നെങ്കിലൊക്കെ വരും നൈറ്റ് ഒരു ഇച്ചിരി വൈകിയ കിടക്കാൻ. ഇവന്മാർ നമ്മളെ കിടത്താൻ വരും. എന്തൊക്കെയാ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഗോൾ ഒന്നില്ലേ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ വില്ലേജിൻ്റെ അടിയിൽ വല്ലതും ഉണ്ടോയെന്ന് നോക്കണം. എന്തെങ്കിലും കാലത്ത് കിട്ടാതിരിക്കില്ല. നമ്മൾ ആക്സ് ഇവന്മാരിത് എവിടുന്ന് എത്തുന്നത് എനിക്ക് ചാവല. എന്താ ആർക്ക് ഫുഡ് എൻ്റെ രണ്ടര. ഞാൻ നേരത്തെ 3 ഉണ്ടായിരുന്നല്ലോ. എന്നോടെ പീപ്പി തിരിച്ചു വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഇമ്പോർട്ടൻ്റ് സാധനമല്ലേ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഏതാല്ലേ കിട്ടിയതിന് ഏറ്റവും ലക്കായിട്ടുള്ളൊരു സാധനമായിരുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നത്. എനിക്കിവിടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, കുറേ ഒന്നുമില്ല, ഉള്ളൂല്ലേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ. ഷീൽഡ് ഓക്കെ, ഇങ്ങോട്ടിടാമാണ്. പക്ഷേ ഇമോട്ട് എന്ന് പറഞ്ഞു ഇവിടെ ഒരു ക്രീപ്പറിനെ ഞാൻ കണ്ടു. വേഗം ഇമോട്ടിടണം. അടിച്ച് കയറി വാ. അതവിടെ നിൽക്കുന്നു. ഹലോ ക്ലാപ്പ്.
ഒരു ക്രീപ്പറിനെ ഞാൻ കണ്ടു. കുറച്ച് സേഫായി നിൽക്കുന്ന എനിക്ക് ബെറ്റർ എന്ന് വിചാരിക്കുന്നു. ഇപ്പോട്ട് വരെ ഞാൻ ക്രീപ്പറിനെ കണ്ടു. നിങ്ങൾ കണ്ടോന്ന് അറിയില്ല. പറയണ്ടേ? ഓ ഗൈസ്, ഞാൻ ഇരുന്നായിരുന്നു ഗൈസ്. ഞാൻ എങ്ങനെ മേലോട്ട് കയറും ഗൈസ്? അയ്യോ, വെള്ളത്തിനടുത്ത് മറ്റേ ജീവി. ഒന്നൊന്നും അല്ല ഈ ഗൈസ് ഗാസ് എന്ത് വാലേ. അയ്യോ, നമ്മുടെ ഐറ്റംസൊക്കെ അവിടെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ. ഐറ്റംസൊക്കെ ഒന്ന് പൊന്തി വരട്ടെ. കൊമാരെ തീർക്കണം. ആദ്യം നമ്മുടെ ഒരു 2 ആക്സം കിട്ടുകയാണെങ്കിൽ സേഫ് ആവായിരുന്നു നമുക്ക് ഫസ്റ്റ് തന്നെ കൊമാരെ തീർക്കാനായിട്ട്. അതിൻ്റെ അടിയിൽ സ്കെൽട്ട്. ഇതാരെ വരുന്നതെന്നൊക്കെ തുള്ളിച്ചാടി. വാടാ നീ എന്തപ്പം എന്നെ വേണ്ടേ? നമ്മളെ ഐറ്റംസൊക്കെ അവിടെയുള്ള. ഞാൻ എന്തായാലും ഐറ്റംസ് എടുത്ത് മുകളിലേക്ക് എത്തി കാണിച്ചു തരാം ഗായ്സ്. എന്തായാലും നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. മേളിലെത്തിയപ്പോഴത്തേനും ഇവിടെ ഒരു ക്രീപ്പർ മച്ചാൻ, അവനെയും പൊടിത്തെറിപ്പിച്ച്. പിന്നെ അവിടെ നിന്ന് 2-3 ക്രീപ്പർ മച്ചാന്മാർ വെള്ളത്തിലുണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്ന് മരം പൊടിത്തെറിപ്പിച്ച് ഇങ്ങോട്ടാര് വന്ന് നമ്മളേതാ സീനല്ലേ. പിന്നെ അവിടെ നിന്ന് കുറച്ച് 6 കോള് കിട്ടി. 6 കോള് വെച്ച് കുറച്ച് ടോർച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് 32 ടോർച്ച് ഉണ്ടായിരുന്നു. നല്ലൊരു ശവലം കൂടി ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഫസ്റ്റത്തെ ഗോളായ ഖനനം ചെയ്യാൻ നമ്മൾ പോവാണ്. ഫുഡൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായത് ഫുഡുണ്ട്, ഫുഡില്ല. ഇവിടെ പില്ലേജസ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചൊരിത്. താഴോട്ടിറങ്ങി വീണ്ടും ഫൈറ്റ് ഇട്ടുണ്ടാവും. ഷീൽഡ് കിട്ടും. ചടങ്ങ്. എന്തായാലും ഫുഡ് കുറച്ച് ഒപ്പിക്കാൻ നോക്കട്ടെ. അപ്പുറത്തേക്ക് പോയി നോക്കട്ടെ. അപ്പുറത്ത് ഫുഡ് ഉണ്ടോ നോക്കിയിട്ട് ഞാൻ ഒപ്പിച്ചിട്ട് കാണിച്ചു തരാം. നല്ല വ്യൂ ഉണ്ട് ഗൈസ്. ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെയല്ലേ. ഞാൻ വിചാരിച്ച് ഈ വില്ലേജ് എന്താ പറഞ്ഞാൽ ഒരു ദാരിദ്ര്യം പിടിച്ച വില്ലേജിന്ന്. ഒരൈറ്റംസും ഇല്ല, ഫുഡില്ല. മറ്റേ ഇവർ വേണ്ട വീട്ട് കൃഷി, കിഴങ്ങ് കൃഷി, എന്താ പറയുന്നത്, കിഴങ്ങ് കൃഷി ഒന്നുമില്ല. ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മേളിലേക്കും വീടും സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. വിചാരിച്ചല്ല, വില്ലേജസ് എല്ലാം ആകെ വളർന്ന് എത്തി കേസ്. ഇവിടെ ഒന്ന് പകുതി നമുക്ക് കിട്ടുന്നതിൽ. പന്നി. പന്നിക്ക് കയറിയിട്ട് ഇഷ്ടമാണ്. അല്ല സാരടാ, എനിക്കൊരു ഫുഡാക്കി അവൻ്റെ അടുത്ത് നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ 10 എണ്ണം നട്ടാൽ 20 എണ്ണം കിട്ടും. അതാണ് നമ്മുടെ പ്രത്യേകത. അല്ല, ഇതിൻ്റെ വീറ്റിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ടിന് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണെന്ന് പറയുക, ഇവിടെ നല്ല മഴയാണ്. മഴ എന്ന് വെച്ചാൽ മഴ. നമുക്ക് ക്യാരറ്റ് മാത്രം മതി, അല്ല കിഴങ്ങ് മാത്രം മതി. എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഭയങ്കര പണിയാണ് ഇത് കയറാൻ. കിഴങ്ങാണ് നമുക്ക് വേഗം കയറുകയും ചെയ്യും. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ പിന്നെ വരാൻ ആവശ്യം വരും. മണിയൊക്കെ ഇവിടെ ഉണ്ട്. ഓപ്പൺ. ഇവിടെ നമുക്ക് കിഴങ്ങ് കുക്കാവുമോ? പക്ഷേ കുക്കാക്കും. ഇവിടെ കുക്കാവും. ഗൈസ്, ഇവർ സീനായിസ്. ഇത് ഈ മരം കൊണ്ട് ഉണ്ടാക്കിയ ഫർണസ് വേഗം കുക്കാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അങ്ങനെ 3 ഫർണസ് ഉണ്ട്. അയൺ മാത്രം വേഗം കുക്കാക്കാൻ പറ്റുന്ന ഫർണസ് കുറച്ച് ഫാസ്റ്റ് കൂടുന്നുണ്ടോന്നുണ്ടോ കേട്ടോ പറയുന്നതിൽ. ബ്രെഡ്, എമറാൾഡ് ഇപ്പോഴത്തെ നമ്മൾ ഫുഡ് എടുക്കാൻ വന്നേ. നമുക്ക് ഫുഡ് മാത്രം മതി. മരം ഓവർ ലൂട്ടടിക്കണ്ട. അപ്പോൾ അങ്ങനെ ചോദിച്ചു നോക്കട്ടെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുഡ് അങ്ങോട്ടൊരു വില്ലേജ് കണ്ട പോലെ. നമ്മൾ നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. ഏതാല്ലേ മേളിലേക്കും ഉണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ താഴെ മാത്രം നിന്ന്. മേളിലും വീണ്ടും നമ്മുടെ ഭാഗ്യം നോക്ക്. നമുക്ക് ഒരു വേൾഡിൽ എന്തൊക്കെ വകയുണ്ടോ അതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് അടുത്ത റോയിങ് പോർട്ടൽ. ഇതെന്താ
അയ്യേ ഇതൊന്നും സാധനം നമുക്ക് ആവശ്യമൊന്നുമില്ല. ഇതൊന്നും സാധനം ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ അറിയില്ല. ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ, ഗോൾഡൻ ആപ്പിൾ. ഓ നമുക്കിതൊന്ന് വീണ്ടും ബിൽഡ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൻ്റെ അവിടെ കുറച്ചുകൂടി നമ്മുടെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ടെലിപ്പോർട്ടർ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇവിടെ 2 വീടുണ്ടോ? നമ്മൾ കുക്ക് ചെയ്യാനിട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗോളായ നമ്മുടെ വേൾഡിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ വേൾഡിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഹെൽത്ത് നോക്കുമ്പോൾ ഹെൽത്ത് തന്നെ പോകുന്നു. ഇവിടെ ചാടിയാൽ ഗായ്സ് നമ്മൾ 3ാമത്തെ തട്ടെത്തി. മൊത്തം ഈ വില്ലേജ് 3 തട്ടുണ്ട്. 3ാമത്തെ തട്ട് അവിടെ, 2ാമത്തെ തട്ട് ഇവിടെ, ലാസ്റ്റ് തട്ട് ഇവിടെ. നമ്മൾ ഈ ലാസ്റ്റ് തട്ടിലായിരുന്നു ഇത്ര ദിവസം നിന്നുകൊണ്ടിരുന്നത്. ഇതാണ് 2ാമത്തെ തട്ട്. ഇതെന്താ ബിൽഡിങ്ങോ ഒതരായിട്ട് പോകുന്നത്. എന്താ ഡബിൾ ഡോർ സെറ്റപ്പ് വേറൊന്ന്. ഗോളം നമുക്കാണ് വയലിൽ കിട്ടുന്നില്ല അവന് പേര്. അവിടെയുണ്ട് ഗൈസ്. ഏതാല്ലേ അവിടെ നമ്മൾ പോയത്. അവിടെ ഇവിടെയും പോയിട്ടില്ല. ഇന്ന് നമ്മുടെ പണി വേൾഡിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെന്നോ. ചാടിക്ക് ഒരു സീനിൽ നമ്മളടുത്ത് ഫുഡല്ലേ ഉള്ളത്. പിന്നെ നമുക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കുഴിച്ച് പോകുന്നത്. എന്തെങ്കിലും വെറൈറ്റി കിട്ടി ഗൈസ്. വെറൈറ്റി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അയ്യോ ഇവിടെ വില്ലേജസ് ഉണ്ട്. ഏതാ നമ്മളെ ലെവല്? ഏതാ ഭാഗ്യം? ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. വേറെ വീട് തിരഞ്ഞു എടുക്കേണ്ടവർ. ഇവിടെ ഫുള്ള് കിടക്കുള്ള വീട് മേളിലുള്ള ഭയങ്കര മഴ. ഇപ്പോൾ മഴ കുറച്ചുകൂടി കൂടി. അതുകൊണ്ട് സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകും. നമ്മളെന്തായാലും മേളിലുള്ള വീട്ടിൽ നിന്ന് കുഴിച്ച് പോകാമെന്നായിരിക്കും ബെറ്റർ എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടൊരു വീടില്ല. അയ്യോ അപ്പോൾ താഴെ പോയനെ. അവിടുന്ന് കുഴിച്ചു പോയാൽ അതിൻ്റെ അടിയിലേക്ക് വീഴും. അതിലും നല്ലത് നമുക്ക് ഏറ്റവും വെള്ളത്തേന്ന് കുഴിച്ച് പോകുന്നേ ആയിരിക്കും. അത് ഈ വീടിൻ്റെ അടിയിലാണ്. ഈ വീടിൻ്റെ അടിയിൽ വേറെ വല്ലതും ഉണ്ടോ നോക്കുന്നത്. നേരെ പ്ലെയിനാണ് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ വീട്ടിലെ കട്ടിൽ പിടിച്ചിട്ട് അടിച്ച് തീർത്ത് എന്തെങ്കിലും ഓക്കെ. ശവൽ പിന്നെ എന്തിനാ? ശവലെടുത്തപ്പോൾ അതേനും കല്ലായി. നമ്മൾ പോവുകയാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ അല്ല എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ചോദിച്ചു വന്നത് നമ്മൾ നേരത്തെ അതെന്തോ ക്രീപ്പറിൻ്റെ കൂട്ടോ. നമ്മൾ കുഴിച്ച് വന്നാൽ നമ്മൾ നേരത്തെ വീണൊരു കുഴിയില്ലേ, ആ കുഴിയിൽ തന്നെ നമ്മൾ അവിടെ നേരെ കുഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുഴീൻ്റെ ഉള്ളിലേക്കാണ്. എന്താ കഷ്ടം. നമ്മളെന്തായാലും ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് കുഴിച്ചിട്ട് വേണം. ഇവിടെ സേഫ് അല്ലെന്ന് തോന്നുന്നു. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ വെള്ളം മാത്രമേ ഉള്ളൂ. നേരത്തെ കുഴിച്ചപ്പം വെള്ളത്തിൽ അങ്ങോട്ട് പോകണം. ഓക്കെ എന്നാൽ അങ്ങോട്ട് പോകാം. എവിടെ നമ്മൾ കുഴിച്ച് വന്ന സ്ഥലം നമ്മളെന്തായാലും അറിയില്ല. എനിക്ക് അത് അയ്യോ ചാടിയത് അങ്ങോട്ടായിരുന്നു. പക്ഷേ വീണത് ഇങ്ങോട്ട്. അയ്യോ തീ എൻ്റെ മേത്ത് കത്താത്തല്ലോ. ഫയർ പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കുഴിക്കാൻ പോകണം. അതാണെന്ന് തോന്നുന്നു എനിക്ക് ബെറ്റർ. അപ്പം അവിടെ നിന്ന് കുഴിക്കാനുള്ള കുറച്ച് മണ്ണും എനിക്ക് മണ്ണ് വേണം. കുറച്ചധികം മണ്ണ് വേണം. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെറിയ വീട് പോലെ ഉണ്ടാക്കിയിട്ട് കുഴിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് വേണം കുഴിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ രാത്രിയായിട്ട് മേലോട്ട് കയറി വരുവാണെങ്കിൽ അവിടെ ഫുൾ സോംബി വലഞ്ഞിട്ട് നമ്മളെ തീർക്കും. എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റില്ല. എന്നാൽ ലൂട്ടുണ്ടെങ്കിൽ തിരിച്ച് എടുക്കുമ്പോഴത്തേന് എന്തെങ്കിലും ഡീസ്പോൺ ആവുമോ അല്ലെ വേറെ വല്ല പ്രശ്നം വന്നാൽ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള കുറച്ച് മണ്ണെടുക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളുടെ വില്ലേജിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരോട്ട് വന്നിട്ട് നമ്മളിവിടെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കി അവിടെ കട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ അടിയിലേക്ക് കുഴിച്ച് പോയി ഇവിടെ വല്ല ആ വേൾഡ് വല്ലതും സ്പോണായിട്ടുണ്ടോ നോക്കുകയാണ്. ഇന്നെന്തായാലും
വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തേൽ ഈ കേവിലും കൂടി എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വീഡിയോ എൻ്റെ ആക്കുന്നതാണ്. നോക്കട്ടെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് ഇതിൻ്റെ അടിയിൽ എന്തോ വലിയൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം ഉറപ്പാണ്. ഈ സോംബീൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്. കണ്ടോ, ക്ലിച്ചായിട്ട് എനിക്ക് അവിടെ ലാവ ഞാൻ കണ്ടു. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അടിയിൽ എന്തോ ഒരു വലിയ സ്ഥലമുണ്ട്. നമുക്ക് ഇങ്ങനെ കുഴിച്ച് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് സാധനം നിങ്ങൾ കണ്ടോ ഗൈസ് ഇന്നത്തെ നമ്മളെ എപ്പിസോഡിൽ നമുക്കൊരു ഭാഗ്യമുള്ള എപ്പിസോഡാണ്. റോയിങ് പോർട്ടൽ എന്തൊക്കെയാ. അത് മാത്രമല്ല ഹെലികോപ്റ്ററോട് 1 2 3 4 എത്ര ഉണ്ട് ഫുള്ള് നോക്കട്ടെ. അടിയിലെന്താ വേൾഡും ഉണ്ട് ഗൈസ്. ആ കല്ല് നിങ്ങൾ കണ്ടോ? നമ്മൾക്ക് എന്തായാലും തിരിച്ച് കയറി പോയാലാണ് റെഡി ആകത്തുള്ളൂ. എന്നാലും നമുക്ക് തിരിച്ച് ഇത് കുഴിച്ച് തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരെ ചാടേണ്ട വരും. എന്തായാലും കല്ലെന്താ നനഞ്ഞാലാണ്. നമുക്കങ്ങനെ ഡയമണ്ട് കിട്ടി. മേളിൽ അയണും കിട്ടി. നമുക്ക് ഡയമണ്ട് കിട്ടി കാണുന്ന അയണും കിട്ടി. കേസ് നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ശബ്ദം കേട്ടൊരു ചങ്ങല വലിഞ്ഞ് മുറുകുന്ന ശബ്ദം. ഗൈസ് അങ്ങനെ ഞാൻ എൻഡ് വരെ കുഴിച്ചു വേണ്ട. കണ്ട, ഇതാണ് ലാസ്റ്റ് എൻഡ്. ഈ കല്ല് പൊട്ടിക്കാനേ ആവില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എന്തായാലും ഒന്നുമില്ല. നമ്മൾ ആ ഡയമണ്ട് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ കുറേ കുഴിച്ചു. എന്തായാലും ഒന്നും കിട്ടിയില്ല. ഞാൻ ഡയമണ്ടിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. ഗ്യാസ് നമ്മളാണ്ട് ഡയമണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി മേലോട്ട് പോയിച്ച് പോകണം. മേലോട്ട് പോയിച്ച് പോകാൻ മനസ്സില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വുഡും ഉണ്ട്, സ്റ്റോണും ഉണ്ട്. നമ്മൾ വുഡ് വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്നു, ഇവിടെ വെച്ച് ഉരുക്കുന്നു, അയണിൻ്റെ ആക്സ് ഉണ്ടാക്കുന്നു. നമ്മൾ ഡയമണ്ട് എടുത്തിട്ട് മേലോട്ട് പോകുന്നു. ഏതല്ലേ നമ്മൾ പവർ. അതത്രേ ഉള്ളൂ. നമ്മൾ ഡയമണ്ട് കിട്ടിയാൽ പിന്നെ വിടൂല. പിന്നെ നമ്മൾ ആ ഡയമണ്ട് കുഴിയിലേക്ക് വരണ്ടേ. അത് വേണ്ടായിരുന്നു. എനിക്ക് ഈ കല്ല് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾ ഡിസൈൻ വരുന്നുണ്ട് ഈ കല്ലിന്. ആ കല്ല് വെച്ച് തന്നെ ഉണ്ടാക്കി വരട്ടെ. ഞാൻ ഡയമണ്ട് എടുക്കുക. അങ്ങനെ നമ്മൾ അയണിൻ്റെ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഡയമണ്ട് എടുക്കുന്നു. കയറണം. ഇപ്പം എത്ര ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്? ഓവർ ഡയമണ്ട്. ഏതായാലും അവിടെ 6 അല്ല 7 ഡയമണ്ട്. ഇവിടെ ഭാഗ്യം നോക്കേ. നമ്മൾ പവർ തന്നെ. വുഡ് വെച്ച് കയറാം. നമുക്ക് തന്നെ വുഡിന് ചാമൊന്നുമില്ല. വുഡ് പുറത്ത് പറയുള്ളതുകൊണ്ട് വലിയ സീനില്ല. മറ്റേ കല്ലുണ്ടോ നടക്കാൻ പറ്റും. ഞാൻ മേലോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. പക്ഷെ നമ്മൾ നേരത്തെ താഴോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ കുറച്ച് അയം കണ്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി എടുത്തിട്ട് പോകാമെന്ന് വെച്ച് ഞാൻ മേളിലെത്തിയിട്ട് കാണിച്ചു തരാം. ഗൈസ് നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി. എന്താ അവിടെ നൈറ്റ് അല്ല തോന്നുന്നത്. ഗൈസ് നൈറ്റ് അല്ല, റട്ടിലും പൊട്ടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം. നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ 7 ഡയമണ്ട് കൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അയ്യോ വഴി മറന്നു പോയോ. വില്ലേജ് അതാണ്. നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ടാണ് നമ്മൾ ഡയമണ്ട് കിട്ടി. നമുക്ക് എന്തായാലും അതിലേക്ക് കയറുന്നില്ല. വില്ലേജസ് ഉണ്ടാവും. വെറുതെ വീണ്ടും അവന്മാർ ഏതാ ചാട്ടമായി ഡയമണ്ട് കിട്ടിയാണ് ചാട്ടമൊക്കെ. ഏതാ കിടലി നമുക്ക് നമ്മുടെ
ലക്കായിട്ട് കത്തുന്നുണ്ട് ലക്കായിട്ട് നമ്മുടെ ഡയമണ്ട് 7 കിട്ടിയിട്ടുണ്ട്. വേറെ പിന്നെ കുറച്ച് അയണം കിട്ടിയിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ വലുതായിട്ടൊന്നും ഇല്ല. നമ്മൾക്ക് എന്തായാലും ഡയമണ്ട് കിട്ടിയിട്ട് ഇന്നത്തേൽ നമുക്ക് എന്തായാലും കിടുക്കാനായിട്ട് എന്തായാലും ഒരു നല്ല രീതിക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഏതല്ലേ കിടും നമ്മളേതാ കലക്കല്ലല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കല്ല്, എനിക്ക് ഇഷ്ടപ്പെട്ട കല്ല് ഇതാ ഇവിടെ ഉണ്ട്. 2 സ്റ്റാക്കിൻ്റെ അടുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായി നമ്മളിത് ഫുള്ളായിരിക്കുന്നു ചാക്ക്. എല്ലാ സാധനങ്ങളും ആവശ്യമുള്ളതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ വാടനെ കാണിച്ചു തരാം. നമ്മളെന്തിനും ഇത്ര ഇതെല്ലാം എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നത്? ആ സമയത്ത് നമ്മൾ 5-6 ചെസ്റ്റ് അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ. ഓക്കെ, ഡബിൾ ചെസ്റ്റ് ഉണ്ട്. അതാണ് ഇതിനകത്തേക്ക് വെക്കട്ടെ. ഞാൻ വാടൻ്റെ സ്ഥലത്തേക്കൊന്ന് കാണിച്ചു തരാം. നമ്മളെന്തായാലും അടുത്ത എപ്പിസോഡിൽ വാടനെ, ഇവിടുത്തെ വാടന എങ്ങനെയുണ്ട്, ലുക്ക് ഉണ്ടോ എന്ന് നോക്കാൻ പോകുന്നതാണ്. അതെന്തായാലും വെറൈറ്റി ആയിരിക്കും. അതെന്തായാലും ഒരു വെറൈറ്റി ഇതായിരിക്കും. ഇവിടുത്തെ വാടന എങ്ങനെയുണ്ട്, ലുക്ക് ഉണ്ടോ നോക്കാൻ. ഒരു ഫുഡും തിന്ന് ഒരു 2 ടോർച്ച് എടുത്തിട്ട് അതായിരിക്കും നല്ല ഡീപ് ഡാർക്ക് എത്തൂല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, അവിടെ നിന്ന് അങ്ങോട്ട് പോകണം, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പോകണം. അതൊക്കെ കുറച്ച് അഡ്വഞ്ചറായിരിക്കും ഗൈസ്. നമ്മളങ്ങോട്ട് ചാടാൻ പോയപ്പോൾ ഒരു കുട്ടി സോംബി വന്ന് നമ്മളെ തല്ലിക്കൊന്നു ഗൈസ്. നമ്മളാണ് റീസ്പോണ് സെറ്റ് ചെയ്യാനും മറന്നു ഗൈസ്. നമ്മൾ സ്പോണായത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീടിൻ്റെ അവിടെ, നമ്മുടെ അടുത്ത് തന്നെ വില്ലേജ് എന്ന് വെച്ചാൽ അവിടെയാണ് നമ്മുടെ വില്ലേജ് വരുന്നത്. കാണിച്ചു തരാം. ഈ വേൾഡിൽ ആ എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് എന്തായാലും ഡീപ്പ് ഡാർക്കിലേക്ക് അടുത്ത എപ്പിസോഡിൽ പോകുന്നതാണ്. ഈ എപ്പിസോഡ് ഞാൻ കാണിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ എന്തായാലും ഡീപ്പ് ഡാർക്കിലേക്ക് പോകുന്നതാണ്. ഇന്ന് ഞാൻ അപ്പോൾ തന്നെ സോംബികളെല്ലാം ഇറങ്ങിയോ? നൈറ്റായില്ല, അപ്പോൾ തന്നെ സോംബികളെല്ലാം ഇറങ്ങും. എന്തായാലും ഇവിടെ നിന്ന് അവിടെ എത്തിയിട്ട് ഇവിടെ നല്ല ഞാൻ പോകുന്നത് കാണിച്ചു തരാം. അടുത്ത് തന്നെ വില്ലേജ്. അടുത്തെന്ന് വെച്ചാൽ തൊട്ടടുത്ത്. ഇത്ര അടുത്തുണ്ടായിട്ട് ഞാൻ കാണാണ്ടത് മോശമാണ്. അമ്പോളി ഇതൊക്കെ യൂട്യൂബേഴ്സിൻ്റെ കണ്ട് ക്രീപ്പർ മാമൻ. ഈ വീട് നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കിയേ. ഗൈസ്, ഇവിടുന്ന് നമ്മൾ വന്നേ ഗൈസ്. കണ്ടാ ഗൈസ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.